അസ്സലാമു അലൈക്കും. വലൈക്കും സ്ലാം വറഹ്മത്തുള്ളാ. ഹസനെ, ആ നമ്മൾ വീഡിയോ ഇറക്കിയതിന് ശേഷം നിങ്ങളെ ആ വീഡിയോയുടെ കമന്റ് ശ്രദ്ധിച്ച ഒരുപാട് കമന്റുകൾ വന്നിട്ടുള്ളതെന്ന് വെച്ചാല് ഉം, ഇതിങ്ങനെ ഒരു ഹസനില്ല. ഏഹ് ആ ഇങ്ങനെ ഹസന് ബിരുദം ഒരാൾക്ക് ഇങ്ങനെ അങ്ങനെ ഒരു ഹസനുമാർ ഇങ്ങനെ സംസാരിക്കൂല, അങ്ങനെ പോകൂല. ഉം, അപ്പൊ ഇത് ഞാൻ ഉണ്ടാക്കിയൊരു നാടകമാണ്, ഉം, വേറെ ആളെ കൊണ്ട് സംസാരിപ്പിച്ചാന്നുള്ളതാണ് ഉം, ഉം, കുറെ ആളുകൾ ഈ വീഡിയോന്റെ കമന്റിലടക്കം വന്ന് പറഞ്ഞിട്ടുള്ളത്. ഉം, ഉം, അപ്പോ നിങ്ങൾ ഏത് വർഷമാണ് ഹസനി ആയത്, ഉം. അതിന്റെ ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞുതരും. ഞാന് 2015 ബാച്ചിലാണ്. 2015 ബാച്ചില്. ഉം, അപ്പൊ ഏകദേശം 11 വർഷമായി. അതെ അതെ. അപ്പൊ ആ ബാച്ചിലുള്ള ആൾക്കാർ വേറെ ആർക്കും നിങ്ങളെ സുഹൃത്തുക്കളൊക്കെ ഓർമ്മ ഉണ്ടോ? സുഹൃത്തുക്കള് കുറെ ആൾക്കാരുണ്ട്. മലിക്, അബ്ദുൽ മലിക്, അതേപോലെ റാഫി, ആ ഒരു തങ്ങളുണ്ട്. എന്താ സ്ഥലത്തിന്റെ പേര്, പൻ എന്താണ്, ഒരു പാലത്തിങ്ങലില്ലേ, പരപ്പനങ്ങാടി, ആ ആ ആ ആ ആ ആ ഭാഗത്തുള്ള ഒരു തങ്ങളുണ്ട്. ആ ഇവർക്ക് അങ്ങനെ നിഷേധിക്കാനൊന്നും കഴിയൂല. ആ. കാരണം ഞാൻ അവിടെ ഒരു 6 വർഷത്തോളം ഞാൻ പഠിച്ചിട്ടുണ്ട്. ഈ ഹസൻ അറബി കോളേജില്. അതെ അതെ. നിങ്ങൾക്ക് എത്രാമത്തെ വയസ്സിൽ നിങ്ങൾ ഹസന് ബിരുദം എടുക്കണത്? വയസ്സ് ഏകദേശം ഒരു 26 എനിക്ക് ഓർമ്മല്ല ആ വയസ്സ്. ആ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഒരു 10-30 വയസ്സായി ഇപ്പോ. അതെ, 30 വയസ്സായി. അതിന് സർട്ടിഫിക്കറ്റും കാര്യങ്ങളും നിങ്ങളുടെ കയ്യിലുണ്ട്? ഉണ്ട്. ഓക്കെ. ഉസ്താദ്മാരായിരിക്കും അന്ന് കാര്യമായിട്ടുള്ള ഇന്ന് ഉസ്താദ്മാരെ പോലൊക്കെ തന്നെയാണ്. അല്ല, അന്ന് ഉസ്താദ്മാര് കുറെ കാലമായിട്ട് ഒരേ ഉസ്താദ്മാരനാണ് അവിടെ ഉള്ളത്, എനിക്കറിയാം. അതെ അതെ. ഉം ഉം ഉം. സുലൈമാൻ ഉസ്താദ്. സുലൈം ഉസ്താദ് എന്റെ കുട്ടിക്കാലം മുതൽ അവിടെ ഉണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ വളരെ ചെറുപ്പം ഉം, മുതൽ എനിക്കൊരു 10-40 വർഷമായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. 40 എന്റെ കുട്ടിക്കാലം മുതലേ മുപ്പര് അധ്യാപനം ഉള്ളതാണ്. ഉം, ഉം. ഉം. പിന്നെ അബ്ദുൾ ഉസ്താദ് ഉണ്ട്. ആ ആ പിന്നെ ഫضل ഉസ്താദ്. അവരൊക്കെ പണ്ട് മുതലേ അവിടെ ഉള്ള ആൾക്കാരാ. അബ്ദുൾ ആ, ഉസ്താദ് സുലൈം ഉസ്താദിന്റെ മകനല്ലേ? അതെ. ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങൾ എന്താണ് സത്യത്തിൽ എന്താണ് ഈ മാറ്റത്തിന്റെ കാരണം എന്താണ്? നിങ്ങൾ സലഫി ആദർശത്തിലേക്ക് വരാനുള്ള സമസ്തന്റെ ആദർശം ശരിയല്ലാന്ന് തോന്നിയിട്ട് വരാൻ കാരണം എന്താണ്? കാര്യായിട്ട് സലഫി ആദർശം എന്നതിലുപരി ഉം. ഇസ്ലാമിന്റെ ആദർശം എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പോയിന്റ്. അതെ അതെ. സലഫിയത്ത് അതായത് തന്നെയാണ്. നബിമാരുടെയും അതേപോലെ തന്നെ മുൻകഴിഞ്ഞ പ്രവാചകൻ റസൂലുള്ളാന്റെയും മുൻകഴിഞ്ഞ പ്രവാചകന്മാർ ഇവരുടെ ആശയം അതെ അതെ ഇതാണ് ശരിക്കുള്ളത്. അതെ അതെ. നിങ്ങൾക്ക് ഏത് പേരിട്ട് വിളിച്ചാലും സലഫി എന്നുള്ള എങ്ങനെ എന്ത് പേരിട്ട് വിളിച്ചാലും ഉം. ഇതാണ്. പക്ഷെ നമ്മൾ അപ്പൊ മുസ്ലിം ആകാൻ നിങ്ങൾ വേണ്ടിയിട്ടാണ്. പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആദർശവുമായി സമസ്തന്റെ ആദർശം ഒത്തുപോകാത്തോണ്ടാണ് നിങ്ങൾ പോയി പോരാൻ കാരണം? തീർച്ചയായിട്ടും അത് തന്നെ. അതെന്താ? അതാണ് അങ്ങനെ അങ്ങനെ പിന്നെ പഠിക്കണ കാലത്ത് തോന്നിയതാണോ, പിന്നീട് പഠിച്ചു കഴിഞ്ഞ ശേഷം ഉണ്ടായത് മാറ്റാണത്? ഇത് പഠിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങള് കോളേജ് ദർസിൽ ഞാൻ പഠിച്ചു. ഇരിങ്ങാവൂര് ഭാഗത്ത് ഒരു ദർസുണ്ട്. അവിടെ എത്ര വർഷം പഠിച്ചിരുന്നു? അസേരിപ്പാറ എന്നൊക്കെയാണ് അതിന് പറയല്. അവർക്ക് എങ്ങനെ? ആശാരിപ്പാറ എന്നാണ് ആ സ്ഥലത്തിന്റെ പേര് ശരിക്കും. അവിടെ എത്ര വർഷം പഠിച്ചിരുന്നു? അവിടെ ഒരു 2.5 വർഷം. ഇങ്ങാവൂര് നമ്മളെ പിന്നെ മലപ്പുറം ജില്ലയിലെ കോട്ടകൽ പുത്തനത്താണിന്റെ അടുത്ത ഭാഗത്ത് അല്ലേ? അതെ, പുത്തനത്താണി. പിന്നെ ആ, എന്താ, കടുങ്ങാത്തുണ്ട് ആ ഭാഗത്ത് അല്ലേ? കടിങ്ങാട്ടുണ്ടാവും. ഓക്കെ ഓക്കെ, ആ ഭാഗത്ത്. അവിടെ 2 വർഷം പഠിച്ചിരുന്നു. അതെ അതെ. പിന്നെയാണ് ഇയാസുന്നിക്ക് വരുന്നത്. അതെ. ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെ എന്നിട്ട് അങ്ങനെ അപ്പൊ അവിടുന്ന് ഈ എല്ലാ വ്യാഴാഴ്ചയും ഞങ്ങളെ ഇവിടേക്ക് കൊണ്ടുപോകലുണ്ട്. മമ്പറത്തേക്ക്. മമ്പറം ചാടത്ത് ജാർഖണ്ഡ് കൊണ്ടുപോകലുണ്ട്. അപ്പൊ അവിടെ ഉസ്താദിന്റെ നേതൃത്വത്തിൽ പോലെ. അവസാന നേതൃത്വത്തിൽ അവിടുത്തെ ഒരു ഉസ്താദുണ്ട്, ആ ആ മുഹമ്മദ് ജാഫരി എന്ന് പറയും. മൂപ്പരെ ആ പേരതാ. ആ ആ ആ അപ്പൊ എല്ലാ ആഴ്ചയിലും അവിടെ ഒരു സ്വലാത്തൊക്കെ നടക്കലുണ്ടല്ലോ. വ്യാഴാഴ്ച തോന്നുന്നു അല്ലേ? വ്യാഴാഴ്ചയാണ്. ആ ആ ആ അതായത് വെള്ളിയാഴ്ച രാവിലെ അതെ അതെ അതെ. ആൾക്കാരെല്ലാരും കൂട്ടിയാണ്ട് ഒരു സലാത്ത് നടത്തലുണ്ട്. ആ അപ്പൊ ആ ആ അവിടുത്തെ മെയിൻ സലാത്ത് കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു ദുആ ഉണ്ടാകലുണ്ട്. ഏത്? അവിടെ തന്നെ അവിടുത്തെ ആള് ദുആ ചെയ്യും. ആ അതിനുശേഷം ഞങ്ങൾ ഉസ്താദ് ഒന്ന് പ്രാർത്ഥിക്കും. ആ ആ ആ ആ ഒരു ഹാളിൽ നിന്നുകൊണ്ട് ഒരു പ്രാർത്ഥന ഉണ്ട് മൂപ്പർക്ക്. ആ ആ ആ ആ അത് ഭയങ്കരമായ പ്രാർത്ഥനയാണ്. കുറച്ച് നേരമൊക്കെ എടുക്കും അത്. ആ ആ ഒരു ദിവസം ഈ മൂലര് ഇല്ല. ആ അന്ന് പ്രാർത്ഥിക്കാൻ നേതൃത്വം നൽകിയ ഞങ്ങളെ രണ്ടാമത്തെ ദിവസമാണ്. ആ ആ ആ അതൊരു ആശനാണ്, മുജീബ് ഹാസനി, ആ കോട്ടക്കൽ ഭാഗത്താണ്. ആ ആ ഇയാള് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് കേട്ട് ഞാൻ ഇതൊക്കെ ഓല് നിഷേധിക്കൂട്ടോ. പക്ഷെ ആ ഞാന് അന്ന് ഞമ്മളെ ചെറുപ്പത്തിലുള്ള ആ മീൻഡാണല്ലോ അത്. അതെ അതെ. എനിക്കതൊക്കെ കറക്റ്റ് ആയിട്ട് ഓർമ്മയുണ്ട്. ആ ആ ആ ഞാന് അന്ന് ഇയാളെ പ്രാർത്ഥനയിൽ പങ്കെടുത്തപ്പോ ഇയാൾ എന്തുണ്ട്, ആ കുറച്ച് അള്ളാഹിനോടൊക്കെ ദുആ ചെയ്തതിനു ശേഷം ആ പിന്നെ ഇയാള് ഒരു പ്രാർത്ഥനന്റെ റൂട്ട് മാറി. ആ അള്ളാഹുവേ എന്ന് വിളിക്കുന്നതിന് പകരം പാപ്പാ ഉർലനായ വലിയല്ലാ, അങ്ങനെ ആ ഈ ആ ആ വലിയനോട് പ്രാർത്ഥിക്കുന്നതായിട്ടാണ് ഞാൻ കേട്ടത്. മമ്പറ അന്നൊക്കെ തങ്ങളോട്. നമ്മൾ മമ്പർ തങ്ങളോട് ഉം. അന്നൊക്കെ ഇപ്പൊ ഇതിങ്ങനെ പഠിച്ചു വരുന്നുള്ളല്ലോ വിഷയങ്ങള്. അതെ അതെ അതെ.
ഈ ദുആ ചെയ്യുന്നത് ഇപ്പൊ എന്തായാലും നമുക്ക് വേഗം മനസ്സിലാകും. അറബി ഒന്നും ഇപ്പൊ അത്ര വലിയ കാര്യമായിട്ടൊന്നും അറിയില്ലെന്നുണ്ടെങ്കിലും അതെ അതെ. എന്നാലും ഈ സംഗതികളൊക്കെ. പക്ഷെ ഞാനത് മൂപ്പരോട് ചോദിച്ചു, ആ ഇങ്ങനെ നിങ്ങൾ അള്ളാഹുവിനോടല്ലല്ലോ ഇപ്പൊ ഈ പ്രാർത്ഥിക്കണത്, ഈ ആ പുറത്ത് തരണം ആ ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ഇയാളോടല്ലോ ചോദിച്ചത്, ഈ മരിച്ചിറക്കുന്ന ഈ ആ മഹാനോടാണല്ലോ ചോദിക്കുന്നത് എന്ന് ഞാൻ മൂപ്പരോട് ചോദിച്ചപ്പോ ആ ആ അപ്പൊ മൂപ്പര് എന്ത് എന്നോട് പറഞ്ഞു? പറഞ്ഞത് ഇതാണ് ഇസ്തിഹാസ. ഇസ്തിഹാസാറ മുപ്പര പറഞ്ഞ അതാണ് ഇസ്തിഹാസ. ഇസ്തിഹാസ എന്ന് പറഞ്ഞാൽ ഇതാണ്, നമ്മളെ പണ്ഡിതന്മാര് ഇതിനെ അംഗീകരിക്കാന്നല്ലാതെ ആ ആരും ശരിയലില്ല എന്ന് പറഞ്ഞു. ആ ആ അപ്പൊ ഞാന് ഇതങ്ങനെ കണ്ടോ ഇസ്തിഹാസ, നമ്മളിപ്പോ ഇത് പഠിക്കല്ലേ, ഇത് നമുക്കിത് ഡൗട്ടായി പോയി. ആ ആ മറ്റേ എന്നൊക്കെ നമ്മളിപ്പോ ഇത് ഓലെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഫിത്രത്ത് ഉണ്ടല്ലോ, അതെ അതെ സ്വാഭാവിക പ്രകൃതി അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ടല്ലോ. അതെ ദുആ ചെയ്യുന്നത് അള്ളാഹുവിനോട് മാത്രമേ പറ്റുള്ളൂ എന്നുള്ള ആ ഒരു എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം, അതെ അതെ. അതിലൂടെയാണ് ഞാനിങ്ങനെ പോണത്. ആ ആ അപ്പൊ പിന്നെ ഈ വെള്ളിയാഴ്ച ലീവേക്കാരം, പിന്നെ ശനിയാഴ്ച വന്നപ്പോ ഞാൻ വലിയ ഉസ്താദിനോട് പറഞ്ഞു, ഇങ്ങനെ ആ ഇയാൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് ആ എന്നുള്ള പറഞ്ഞു. ആ അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു ചോദിച്ചു. ആ അത് കഴിഞ്ഞിട്ടു, ആ ചർച്ച അവിടെ കഴിഞ്ഞു. പിന്നെ ഞാൻ ചർച്ച ചെയ്തിട്ടില്ല, ഇതൊന്നുമില്ല. ആ പിന്നെ ഈ മൂല്യരനെ പിന്നെ ഇങ്ങനെ പറയാൻ തുടങ്ങി. ഞാൻ കേട്ടതാണ്, ഇതിന് മുമ്പുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഉം ഞാൻ എത്തുന്നതിന് മുമ്പേ ഞാൻ പിന്നെ ഇയാളെ വലിയ ഉസ്താദിന്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ മൂപ്പര് ഉം ഞങ്ങളോട് പറഞ്ഞത്, ഉം നിങ്ങളെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇവിടെ പാപ്പാനോട് ചെന്നാൽ മതി, ഈ ദർസിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പാപ്പാനെ ഏൽപ്പിച്ചിരിക്കാണ്, അതായത് മമ്പുറത്തെ പാപ്പാനെ ആ ഏൽപ്പിച്ചിരിക്കാണ് ആ എന്നുള്ളതൊക്കെ അങ്ങനെ ഞങ്ങളോട് പറയലുണ്ട്. പിന്നെ ആര് അവിടുത്തെ വലിയ ഉസ്താദോ അതോ മറ്റേ നേരത്തെ വലിയ പറഞ്ഞ ഉസ്താദ്, കക്ഷിയോ? വലിയ ഉസ്താദ്. ഓക്കെ ഓക്കെ. മറ്റാള് അങ്ങനെ പോയി, അത് അയാളവിടെ ഉണ്ട്. പക്ഷെ ഞാൻ ആ പിന്നെ മൂപ്പരോട് ചർച്ചക്കൊന്നുമില്ല. പിന്നെ മൂപ്പരെ ക്ലാസ് ഒന്നും എനിക്ക് അത്ര വലിയൊരു താല്പര്യമൊന്നും ഉണ്ടായില്ല. ഉം 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 നമുക്ക് മനസ്സിലാവൂല, അയാൾക്ക് മനസ്സിലാവും എന്നുള്ളത് അയാൾക്കും അറിയില്ല. ഉം 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 അങ്ങനത്തെ ഒരു ക്ലാസ്. ഉം അപ്പോ എനിക്ക് പിന്നെ അവിടെ അങ്ങനെ തുടരാൻ കഴിഞ്ഞില്ല. എന്റെ മനസ്സിൽ ഈ ഡൗട്ട് ഉണ്ട്. ആ പിന്നെ അവിടെ കൂടുതൽ കാലം എനിക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഞാൻ പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ കൂടുതൽ പഠിക്കണം. ആ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതൊന്നും അങ്ങനെ കൂടുതൽ മുന്നോട്ട് പോകില്ല എന്ന് കാണുമ്പോൾ നമ്മൾ അവിടുന്ന് മാറും. അതെ അതെ. ഞാനങ്ങനെ പിന്നെ വേറെ ഈ ആളുകളുമായി ബന്ധപ്പെട്ട് ആ എന്റെ കൂട്ടുകാരുണ്ട്, എന്റെ നാട്ടുകാരൻ. എന്റെ നാട് ശരിക്കും കരുവാരക്കുണ്ടാട്ടോ. അതെ അതെ. ശരിയാരക്കുണ്ടാ. ഷെഫീഖ് കരുവാരക്കുണ്ട് എന്ന് പറഞ്ഞാല് ആ ഒരു എന്തായാലും ഒരു 10-600 ആളുകൾ എന്തായാലും എന്നെ അറിയും. കാരണം ഞാൻ സിനിമാരെ കൂടുതലല്ലേ. അതെ അതെ, ആ ആ സിനിമ ആ ആ എവിടെ എത്തിപ്പോ ഞാൻ ആ. പറഞ്ഞു. അങ്ങനെ നിങ്ങൾ അവിടുന്ന് തുടരാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. അതെ. എന്നിട്ട് ഞാൻ പിന്നെ ഇയാസുനിയിലാണ് ചേർന്നത്. ആ ഓക്കെ. ഇയാസുനിയിൽ ചേർന്നപ്പോ പിന്നെ എന്റെ മനസ്സിൽ ഈ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ യവസനങ്ങൾ ചേരും ചിലപ്പോൾ 2008 2009 കാലഘട്ടങ്ങളായിരിക്കും. ആയിരിക്കാം. ആ ആ ഇപ്പൊ ഡേറ്റ് കറക്റ്റ് ആയിട്ട് ഓർമ്മ നോക്കേണ്ടി വരും, ഇങ്ങനെ ആലോചിച്ച് കൂട്ടിയേക്കാനൊന്നും. ആ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ഞാൻ അങ്ങനെ ചേർന്ന്. അപ്പോഴും എന്റെ മനസ്സിൽ ഈ സംശയങ്ങളൊക്കെ ഉണ്ടായിന് ഉം ഉം അവിടുന്ന്. പിന്നെ ഈ ഇവിടെയുള്ള ഈ ദർസിലെ ആളുകളെ കാണലും, പിന്നെ വീണ്ടും ഞാൻ ആ പതിവ് പ്രവർത്തനങ്ങൾ തുടരും. ഇവിടുന്ന് വ്യാഴാഴ്ച ഇവിടെയും ലീവാണ്, അങ്ങനെ ഉം മമ്പറത്ത് പോകും, ഇതൊക്കെ ഉം ഉണ്ടാവും. ഉം. പിന്നെ നമ്മൾ പിന്നെ ഒറ്റക്കായി, പിന്നെ ആ കൂട്ടത്തുനിന്നാണ് മാറി നിന്നല്ലോ. അല്ല മമ്പറത്ത് പോകുമ്പോ നിങ്ങളെന്താ ചെയ്യലോടെ? ഞാനവിടെ ആവിട്ട് വെക്കും, വേറെ ഇപ്പൊ കാര്യമായിട്ടൊന്നുമില്ല. എങ്ങനെ? വെറുതെ നിൽക്കും. നമുക്ക് ഇതൊരു എന്റർടൈൻമെന്റ് എന്നുള്ള ലെവലിലാണ് ഞാൻ പോണത്. ആ ആ അതല്ലാതെ അല്ല നമുക്ക് പ്രത്യേകിച്ചും കാര്യങ്ങളൊന്നും നേരെ നേടി തരാനൊന്നുമില്ലല്ലോ. അപ്പൊ നമുക്ക് ആണെങ്കിൽ അന്നൊരു ആവശ്യമില്ല. ആ ആ ആ അപ്പൊ ഇതിങ്ങനെ കൂട്ടത്തിൽ ഇങ്ങനെ പോകുമ്പോ എല്ലാരും കൂടി ഇങ്ങനെ പോകുക എന്നുള്ളതല്ലാതെ ആ നമുക്കൊരു ആ ആവശ്യം നിറവേറാനോ അതിന് വേണ്ടിയിട്ടൊന്നുമല്ല. ആ ഓക്കെ. ഇതിപ്പോ അന്നത്തെ ആ ഒരു ചെറിയ പ്രായത്തിലുള്ള മൂല്യമാരുട്ടികളൊക്കെ ഇങ്ങനെ റോഡ് കൂടെ എടുക്കുന്നുണ്ടല്ലോ ഞങ്ങള്. ശരിയാ. അതേപോലെ തന്നെ ആ ആ ഒരു ആ ആവശ്യത്തിന് വേണ്ടിയിട്ടൊന്നല്ല, അങ്ങനെ വെറുതെ പോകുക എന്നുള്ളവർക്ക്. വേറെ പോകാൻ ഇപ്പൊ നാട്ടിലാണെങ്കിൽ ഞാൻ ദർശക്കും ഇവിടേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ 2 മാസം 3 മാസം കഴിഞ്ഞിട്ട് തിരിച്ചു വരലുള്ളൂ. ആ വീട്ടിൽ വരില്ലുള്ളൂ. വീട്ടിൽ വരലുള്ളൂ. വീട്ടിലും പിന്നെ നമ്മൾ ചെറുപ്പത്തിലേ പഠിക്കാൻ പോയതുകൊണ്ട് ആ ഞങ്ങള് വീട് കുറച്ചൊരു ഉള്ളേരിയിലായതുകൊണ്ട് നമുക്ക് അങ്ങനെ കൂട്ടുകാരൊന്നുമില്ല. ഓക്കെ ഓക്കെ. അപ്പൊ പിന്നെ വീട്ടിൽ വന്നിട്ടും കാര്യമല്ല. അങ്ങനെ നിങ്ങൾ മമ്പറത്ത് പിന്നെ പോകാൻ തുടങ്ങി. പിന്നെ പോകാറുണ്ടായിരുന്നു. പോകലുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെ എല്ലാ ദിവസവും എല്ലാ ആഴ്ചയും പോകുക എന്നുള്ളതൊക്കെ മാറ്റിയിട്ട് പിന്നെ ഉം 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 എപ്പോഴെങ്കിലൊക്കെ ആയി. ഉം അപ്പോഴും എന്റെ മനസ്സിൽ ഈ വക സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഉം ഉം ഉം. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ നേരിട്ട് ഇയാളോടൊന്നും പ്രാർത്ഥിച്ചിട്ടും കാര്യങ്ങളൊന്നും ഇല്ല. ഇല്ല. പിന്നെ ഞാൻ ഈ സംശയം അബ്ദുൽ ഉസ്താദിനോടൊക്കെ ചോദിച്ചു അടുത്ത്. യാസുനിയുള്ള ഇയാസുനിലെ സുലൈമാൻ മുസ്ലിയാർ ഉസ്താദിന്റെ മകനെ. അതെ അതെ. ഉം ഉം മൂപ്പരിന്റെ മോനെന്നാ വിളിച്ചിരുന്നത്. ഉം ഉം കുറെ ആൾക്കാർ വിചാരിച്ചിന് ഞാൻ മൂപ്പര മോനാണെന്നുള്ളത്. ആ ആ അപ്പൊ അത്രയും ബന്ധമായിരുന്നു ഞങ്ങള്. ആ ആ ഞാൻ എന്നിട്ട്
ഏഹ്, അതിന്റെ ഇടയിൽ കാര്യങ്ങൾ പറയട്ടെ. മൂപ്പരാണ് ഇപ്പൊ അടുത്ത് പ്രസംഗിച്ചത് എന്ത്, റസൂലുള്ളാഹിന്റെ അടുത്ത് പോയിട്ട് പിന്നെ സുലൈമാൻ ഉസ്താദ് പിന്നെ റസൂലുള്ളാഹിനോട് ചോദിച്ചു എന്ത്, റസൂലുള്ള അങ്ങയുടെ മാതാവും പിതാവും പിന്നെ സ്വർഗത്തിലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഇത് തെറ്റല്ലെങ്കിൽ താങ്കൾ എനിക്ക് പറഞ്ഞു തരണം. അപ്പൊ റസൂലുള്ള പറഞ്ഞു കൊടുത്തില്ല. അപ്പൊ അതിന്റെ അർത്ഥം നിഷേധിച്ചില്ല. അതിന്റെ അർത്ഥം അത് ശരി തന്നെയാണ്. ഞാനൊക്കെ അതെ എന്റെ വീഡിയോയിൽ ക്ലിപ്പ് ഇട്ടിരുന്നത്. അതെ ഞാൻ കേട്ടിട്ടുണ്ട് അത്. ആഹാ. അതായത് വേറെ ഇരുന്നോ എനിക്ക് ഒരാൾ ക്ലിപ്പ് അയച്ചു തന്നീനെ. ഓക്കെ ഓക്കെ. യൂട്യൂബിൽ ഉണ്ടത്. ഉണ്ട്. അപ്പൊ എന്നിട്ട് അങ്ങനത്തെ അങ്ങനെ ഓരോ ആ കാര്യങ്ങളുണ്ട്. ഉം എന്നാ നേരെ മറിച്ച് അയാൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതിയേനു, ഉം സുലൈമാൻ മൗലവിക്ക് ആ എന്താണ് ശരി എന്നുള്ളത് എനിക്കൊന്ന് പറഞ്ഞു തരണം. അതെ. അപ്പൊ മറുപടി അപ്പൊ കിട്ടണല്ലോ. അത് മറുപടി അപ്പൊ കിട്ടണല്ലോ. ആ ഇവലിപ്പോ അപ്പൊ വാദപ്രകാരം പറഞ്ഞപ്പോ റസൂൽദാന്റെ മൗനം സമ്മതമായിട്ട് ഒരു കൂട്ടി. ആ, ആയിക്കോട്ടെ. അപ്പൊ അതങ്ങനെ വിട്ടിത്താം. ഓക്കെ, ഇരിക്കട്ടെ. എന്നിട്ട് എന്നിട്ട് അപ്പൊ ഇവലൊക്കെ പറയുന്ന ലാസ്റ്റ് എന്താണ്, ആ അനക്ക് ഈ വിഷയം മനസ്സിലായിട്ടില്ല. ആ ഉസ്താദുമാരുടെ ത്വരീഖ എന്താണോ ആ അതിലൂടെ അങ്ങോട്ട് പോയാൽ മതി, ആ അതാണ് ശരി. ആ ആ അത് പാവപ്പെട്ട പൊട്ടന് ഞാൻ അത് വിശ്വസിക്കും. ആ അപ്പൊ ആ വിശ്വസിക്കുക പറഞ്ഞാല് ഇന്ന് ഇവര് പറഞ്ഞില്ല എന്തെങ്കിലും കാര്യം ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ തോന്നും. അതെ അതെ. പക്ഷെ നമുക്കിത് മനസ്സിലായിട്ടല്ല. അല്ല, ഞാൻ അവിടെ സംശയം പറയട്ടെ. ഉസ്താദുമാരെ ത്വരീക്ക് കൂടി പോവാണെന്ന് AP ഗ്രൂപ്പുള്ള ഗ്രൂപ്പിനുണ്ടാവേണ്ട കാര്യമില്ല. അതെ അതെ എന്തേ കാരണം EK ബൂക്കർ മുസ്ലിയാർ ഭിന്നിച്ച് കണ്ടല്ലേ AP ഉണ്ടായത്. അത് ശരി അതങ്ങനെ. അങ്ങനെ വിഷയമുണ്ടല്ലോ. കാരണം ഇപ്പുറത്തുള്ള APന്റെ ഉസ്താദുമാരുള്ള പല ആൾക്കാരും. അതെ അതെ. അപ്പൊ അവിടെ അത് നിൽക്കട്ടെ. ആ ഇവിടെ ഒരുപാട് ഗ്രൂപ്പ് ഉണ്ട്. അത് പോട്ടെ, ആ അതല്ല കാര്യം. ആ അപ്പൊ ഇവര് എന്ത് ചെയ്തു, ഉം ഇത് ഇങ്ങനെ ലാസ്റ്റ് പറഞ്ഞു പോയ ഉം നമുക്കിത് മനസ്സിലാവാതെ നമ്മളിപ്പോ ആ നിഷ്കളങ്കമായ രീതിയിലാണ് ചോദിക്കുന്നത്, ഇത് എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്, ഈ സാധനം ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യണത് എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ ചിന്തിക്കുക. അതെ അതെ. ഇതിപ്പോ അള്ളാഹുവിനോട് പറയുന്നതിന് പകരം ഇവരോട് പറയാ, ഇതേപോലെ തന്നെ കാര്യങ്ങൾ ചോദിക്കുക എന്നുള്ളതൊക്കെ പറയുമ്പോ ആ ഇതൊന്നും മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയില്ല. ആ പക്ഷെ പിന്നെ ആ തിരുവാക്ക് എതിർവായില്ല എന്ന് പറഞ്ഞ മാതിരി ഉം ഉം ഇവര് പറഞ്ഞപ്പോ കുറെ കാര്യങ്ങൾ പഠിച്ചതല്ലേ, ഇപ്പൊ ഇവര് ഉം പറഞ്ഞിട്ടായിരിക്കും സത്യം എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവും. നമുക്ക് അങ്ങനെ തോന്നണം. അപ്പൊ ആ ആ ആ തോന്നല്ല, നമ്മൾ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ്, നമുക്കിത് അതെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടൊന്നല്ല. അതെ 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 അതെ. പിന്നെ ഇവരോട് എന്തിനെങ്കിലും എതിർത്ത് ചോദിച്ചാല് നമുക്ക് കുരുത്തക്കേട് കിട്ടും, ഉം ഉം കുരുത്തക്കേടാണ്, ഉം അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പേടിപ്പിക്കും. ആ അതൊരു ആ ബ്രെയിൻ വാഷാണ്. ചെറുപ്പത്തിലേ നമ്മളിങ്ങനെ പറഞ്ഞിട്ട് ആ അതൊന്നും ഇവർക്ക്, അതുകൊണ്ടാണ് ഇവരോട് പറയാനും ഇവരെ ചോദ്യം ചെയ്യാനൊക്കെ പേടി. ഉം 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 അതുകൊണ്ട് തന്നെ ആളുകൾ ഒന്നും ചോദിക്കൂല. ഉം ഉം. അത് ഇവർക്കുള്ള ഒരു വാളാണ്. ഈ കുരുത്തക്കേടിന്റെ തോക്ക് കാണിച്ചാണ് ഇപ്പൊ എല്ലാവരും ഭീഷണിപ്പെടുത്തത്. കുരുത്തക്കേടാണ് ബലം മെയിൻ കാര്യം. ആ ആ എന്ത് ആ വന്നാലും കുരുത്തക്കേട്. കറാമത്തും കുരുത്തക്കേടും. കറാമ്പും കുരുത്തക്കേട് അതാണ് ആ, ബലം മെയിൻ കാര്യങ്ങൾ. അതെ അതെ. ഇത് അതിനാണ് വെച്ചാൽ ഇനിയിപ്പോ കൗമിനെ നമുക്ക് കൗമിനെ ഒതുക്കി എന്തെങ്കിലും നിർത്തണത്. എന്തെങ്കിലും വെച്ചിട്ട് വീണാലോ ആ നമുക്ക് എന്തെങ്കിലും പറ്റിയാലോ അത് അവസാനം കുരുത്തക്കേട്. അതെ 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 അതെ. എന്തിനും ഇനിയിപ്പോ ഇവര് ചോദിച്ച സംശയത്തിന് എതിര് നമുക്കൊന്ന് തിരിയാൻ വേണ്ടിട്ട്, വിഷയം മനസ്സിലാക്കാൻ വേണ്ടിട്ട് ചോദിച്ചാലും ഇന്ന് അബ്ബനിക്ക് എന്തെങ്കിലും പറ്റൂട്ടോ എന്നുള്ള ആ ലെവൽക്കാണ് ഇവരൊക്കെ മൈൻഡ് പോവുക. അതായത് സംശയങ്ങൾ ചോദിക്കാൻ പാടില്ല പൊതുവെ. Yes, അതാണ് ഇതിന്റെ കാര്യം. ഉം കാരണം ഉം ഇതൊരു ബാത്തിലായ ഒരു പ്രസ്ഥാനമാണ്. സമസ്ത. സമസ്ത എന്ന്, അതെ സമസ്ത എന്ന് മാത്രമല്ല ഈ ഒരു ആശയം തന്നെ ഉറപ്പല്ലേ? തന്നെ. അതായത് അള്ളാഹു അല്ലാത്ത ആളുകളോട് ദുആ ചെയ്യാന്നുള്ളത് ആ ഇതൊരു ബാത്തിലായ പ്രസ്ഥാനം അല്ല, തന്നെയല്ല. അതിനാണ് സമസ്ത സമസ്ത ഉണ്ടാക്കിയെന്ന് അവർ എഴുതിയതും പ്രസംഗിച്ചതോളോ. അല്ലാത്തവരെ വിളിച്ച് തേടാനാണ് സമസ്ത ഉണ്ടാക്കിയത്. അതന്നെ അവര് അതിനാ മൂലര് പറഞ്ഞു. ഒരു നമ്മൾ പല 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 ആൾക്കാരും ഉണ്ടാക്കി. പ്രസംഗിക്കലുണ്ട്, എഴുതലുണ്ട്. അതന്നെ ഞാനും ഇത് കാന്തപുരത്തിനോട് അന്ന് സംസാരിച്ചപ്പോ ഞാൻ കാന്തപുരത്തിനോട് പറഞ്ഞിരുന്നു, ആ നിങ്ങളെ പ്രസ്ഥാനം ഞാൻ പഠിച്ചു കൊടുത്തോളം ആ നിങ്ങളുടെ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഒരു ബാത്തിലായ പ്രസ്ഥാനമാണ്, ആ ബാത്തിലിന്റെ മേലിൽപ്പെട്ട ഒരു പ്രസ്ഥാനമാണെന്നൊക്കെ പറഞ്ഞു ആ ഞാൻ ആ അയാളോട്. ആ ആ ഇക്ക് നമുക്ക് വരാം. കാന്തപുരത്തിൽ നിങ്ങൾ നടത്തിയ ചർച്ച ഞാൻ കേട്ടു ഫുള്ള്. ആ ഓഡിയോ നിങ്ങൾക്ക് അയച്ചെന്നല്ല. ഇത് പറയും. എന്നിട്ട് നിങ്ങൾ ഇയാസിന്റെ ഇഹിയാസുന്നീന്ന് അങ്ങനെ ഞാന് അബ്ദുൾ സാബ് എനിക്ക് തിരിയില്ലാന്ന് പറഞ്ഞു. എനിക്ക് തിരിയില്ല, എനിക്കത് മനസ്സിലാവാത്തോണ്ടാണ് പറഞ്ഞു. ആ ആ ആ അന്നാണ് ഞാൻ പിന്നെ കോളേജിൽ നിന്ന് ഇറങ്ങുന്ന ആ ഒരു ടൈമിലൊക്കെ അങ്ങനെ തോന്നുന്നുണ്ട്. ആ അതിന്റെ ഒരു വർഷം അല്ല, ഞാൻ മുമ്പൊക്കെ. ചോദിക്കട്ടെ, ഈ സമയത്ത് നിങ്ങൾ ഇപ്പൊ 2015 ആ കാലഘട്ടത്തിലാണ് ഇപ്പൊ നിങ്ങൾ അഹ്സനെ ബിരുദെടുത്ത് പോണത്. ആ അതിന്റെ മുമ്പ് അവിടുന്ന് അഹ്സനായ മൂത്ത അഹ്സനെയാണ് ആര്, പകരം മുഹമ്മദ് അഹ്സനെ. ഉം ഉം ഈ ചെങ്ങായിന്റെ ഈ തോന്നിയ സെന്ററിൽ ഈ തൊള്ളി തോന്നിയൊക്കെ പറച്ചില്ലേ, ഉം ഉം ഇതിനെ കുറിച്ച് ഈ അഹ്സനിമാരുടെ ഇടയിൽ അല്ലെങ്കിൽ ഉസ്താദുമാരുടെ ഇടയിൽ ചർച്ച ഉണ്ടാവില്ലേ? അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോ കോളേജിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടാണ് ഈ പകരന്റെ ഈ ഒരു സ്വപ്നവും മറ്റും കാര്യങ്ങളൊക്കെ ഒക്കെ പുറത്തേക്ക് വന്നത്. വ്യാപകമാവണം അങ്ങനെയാണ്. വ്യാപകമായിട്ട് ആ അങ്ങനെ ആ ഞാൻ മെയിൻ ആക്സനി ഗ്രൂപ്പിലൊക്കെ ഉണ്ടായിരുന്നു. ആ അവിടെ കോളേജിലോ മൂലയന്മാരൊക്കെ ഉള്ള ആ ഗ്രൂപ്പിലൊക്കെ ഞാൻ ഉണ്ടായിരുന്നു. ഈ അഹ്സനി ഗ്രൂപ്പ് നിങ്ങൾ ഇപ്പൊ അവിടുന്ന് പിരിഞ്ഞു പോകുന്ന അഹ്സനിമാരുണ്ടാക്കിയ ഗ്രൂപ്പ്. അതൊരു വേറെ ഗ്രൂപ്പ് ഉണ്ട്. ആ അതായത് ഞങ്ങളെ ബാച്ച് തലത്തിലുള്ള ഗ്രൂപ്പ് ഒന്നുണ്ട്. ആ അതല്ലാതെ വേറെ മൊത്തത്തിലുള്ള ആ ഒരു എല്ലാ ആക്സനിമാരുള്ള വേറൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ നിങ്ങൾ ചർച്ച ചെയ്യുക, ഈ പകരേശന്റെ വിഷയമൊക്കെ ചർച്ച ചെയ്തിരുന്ന. എവിടെ ചർച്ച ചെയ്യുന്നത്, ഞാൻ ചർച്ച കിട്ടീന്. ആ ആ ഇയാള് പറഞ്ഞത് ഇത് ശുദ്ധ പൊട്ടത്തരാണ്, ഇത് വളരെ മോശമായിട്ട് ഞാൻ അതായത് നല്ല തുറന്നടിച്ച് പറഞ്ഞിരുന്നു. ആ ഇയാളെ ആ ഇയാളെ ശിഷ്യന്മാർ ഒരുപാട് ശിഷ്യന്മാരുണ്ടല്ലോ ഇയാൾക്ക് അതെ അതെ ഈ അതെ ഭാഗത്ത്. അതെ. അപ്പോ അവരൊക്കെ ഞങ്ങളെ ബാച്ചിലൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. ആ ഒരു എന്താ പേര് മുനീർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. ആ അപ്പോ ഇവരൊക്കെ നമുക്ക് പറഞ്ഞു തന്നീനു, ഉസ്താദ് അതാണ് ഇതാണെന്നൊക്കെ ഭയങ്കര സംഭവമായിട്ടൊക്കെ. ആ ആ
പിന്നെ അത് മാത്രല്ല ഈ ഇന്റെ ഉസ്താദും ഈ പകരിയും തമ്മിൽ ഒരു ഭയങ്കര ഒരു ബന്ധമുണ്ട്. ആ അതായത് ഇന്റെ ഉസ്താദ് പറഞ്ഞാല് ആദ്യത്തെ ഉസ്താദ് ഈ മുഹമ്മദ് ബാക്കവി നമ്മളെ അവിടെ ഇരിങ്ങാവൂര് പഠിച്ചപ്പോൾ ഉസ്താദ് തിരുങ്ങാവൂര് പഠിച്ചതും അന്ന് ഇയാളെ ആഷിഖ് റസൂൽ എന്നൊക്കെ ആരെ പകരനെ പകരനെ. ആ ആ ആഷിഖ് റസൂൽ പിന്നെ ആ സ്ഥാനം കൊണ്ടൂർ ഉസ്താദ് തട്ടിയെടുത്തോണ്ട് ഇയാളെ പേര് ഇപ്പൊ മാദിർ റസൂലാണ്. സോറി ആഷിഖ് റസൂൽ മാദി ആ റസൂൽ. മാദിർ റസൂലുള്ള പോലെ ഔദ്യോഗികമായിട്ട് സ്ഥാനം കൊടുത്തല്ലോ, അതെ അതെ. സർട്ടിഫിക്കറ്റ് സ്ഥാനം കൊടുത്തല്ലോ പോലെ ആദരിക്കലൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതല്ല വിഷയം. ഈ അന്ന് ഇയാള് പാടിക്കൊണ്ട് നടന്നിരുന്ന കുറെ വരികളൊക്കെ ഞാനും പറയുന്നുണ്ട്. ആ ക്ലിയർ നിങ്ങൾ റേഞ്ചിലല്ലേ, ക്ലിയർ കുറച്ച് കട്ടായി പോയി. ആ പറഞ്ഞോളി. അപ്പൊ എവിടെ നിങ്ങൾ അതായത് ഇയാൾ പാടിന ഞാനും തന്നെ ഇയാൾ പ്രഭാഷണങ്ങളൊക്കെ കേട്ടിരുന്നു അന്ന സമയത്തേ. ആ ആ അപ്പൊ പിന്നെ ഇയാൾ ഈ സ്വപ്ന കഥകളാണ് ഇയാളെ മെയിൻ കാര്യം. സ്വപ്നജീവി. അതിലിപ്പോ ഈ മധു പാടി നടക്കണ ഈ കവാലൊക്കെ പഠിച്ചു നടക്കണ ഈ ചെക്കന്മാരൊക്കെ നബിനെ സ്വപ്നം കണ്ടു വണ്ടിയിൽ വന്നു അങ്ങനത്തെ ഒരു പ്രഭാഷണത്തിലൊക്കെ ഞാൻ പോയി പങ്കെടുത്തിന്. അതായത് കേൾക്കാൻ വേണ്ടിട്ടൊക്കെ പോയിന്. എവിടെയാണ് സ്ഥലം? ഓമച്ചപ്പയാന്ന സ്ഥലം ഉണ്ട് അവിടെ, ആ ഭാഗത്ത്. അപ്പൊ അന്ന് നമ്മൾ ചെറുതാണ്. അതൊക്കെ ഭയങ്കര കാര്യമായിട്ട് ഇങ്ങനെ ഞാനിങ്ങനെ കൊണ്ടെടുക്കാണ്. അതായത് റസൂലുള്ളാഹിനെ കുറിച്ചാണല്ലോ ഇപ്പൊ ഈ പറയണത്. ഇതിന്റെ ആ ഒരു ബാക്കിയുള്ള ഭാഗങ്ങളൊന്നും നമുക്ക് അങ്ങനെ ചിന്തിക്കാനൊന്നും കഴിയുന്നില്ല. നമുക്കൊരു ബുദ്ധി കുറക്കുന്ന സമയമൊക്കെ വരുമല്ലോ. നമ്മളിപ്പോ 17 വയസ്സിലും ഈ 37 വയസ്സിലും ഒരേപോലെ ആവില്ലല്ലോ. അല്ല ഇപ്പൊ ഇയാള് പറഞ്ഞ ഇപ്പൊ പകരക്ക് സത്യത്തിൽ പകരക്ക് ഇപ്പൊ നാവിന് പൂട്ട് പോകണു സംഘടനയിൽ. അതന്നെ ഈ ആ വിഷയത്തേക്ക് ഞാൻ വരുന്നത്. അങ്ങനെ ഞാൻ ഈ ഇങ്ങനെ ഇതിക്ക് വന്നപ്പോ ഇയാളെ കുറിച്ച് ഇങ്ങനെ തുറന്നടിച്ച് പറഞ്ഞപ്പോ ഈ അബ്ദുൽ ഉസ്താദൊക്കെ എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു ദിവസം വിളിപ്പിച്ചു ജുങ്കുവാ എന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ ഞാൻ ചെന്നു. ഇറങ്ങിയ ശേഷമാണ് ഇത്. അതെ അതെ. അപ്പൊ കോളേജിലേക്ക് വിളിപ്പിച്ചു? കോളേജിലല്ല, മൂപ്പരെ വീട്ടില്. ചങ്ങാനി. ചങ്ങാനിക്ക് മൂപ്പരെ വീട്ടിലല്ല, മൂപ്പര അഞ്ചന്റെ ഒരു 10 വയസ്സിന് പറഞ്ഞ ഒരാളുണ്ട്. അറിയാം. മൂപ്പരെ വീട്ടിൽ വിളിപ്പിച്ചു. അങ്ങനെ ഒരു റഷീദ് മൗലിയരുണ്ട്. ഈ റഷീദ് മൗലിയര് ണ്ട് എനിക്ക് ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പൊ മൊത്തത്തിൽ പറഞ്ഞെന്താ, ഇവരൊക്കെ ഈ പകരന്റെ ഈ ഉടായ്പിനായിട്ട് എതിരാണ്. പക്ഷെ എതിരെന്ന് പറഞ്ഞാല് സംഭവം പകരം ഇപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആൾക്കാരുടെ ഇടയിൽ ഇത് പറയാൻ പറ്റൂല എന്നുള്ളതാണ്. പകരന്റെ വർത്താനം അല്ല ഈ മൂല്യന്മാരെ ബല അഭിപ്രായം. പകരം നമ്മളതിനെതിരെ പറയാൻ പറ്റൂല. അതായത് ആളുകളുടെ ഇടയിൽ ഇത് പറയാൻ പറ്റൂല എന്നുള്ളതാണ്. ഇത് പറഞ്ഞതിന് തെറ്റൊന്നുമില്ല. പകരം അത് ആളുകളുടെ ഇടയിൽ പറഞ്ഞു എന്നുള്ള പറയേണ്ട ആശയം ശരി. പക്ഷെ ആളുകളുടെ പരസ്യം പോയിട്ടാണ് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. എന്നിട്ട് പിന്നെ അബ്ദുൽ ഉസ്താദ് അങ്ങനെയൊക്കെ ഒരു ആശയം ഇസ്ലാമിലുണ്ട്, ആളുകളുടെ പറയാൻ പറ്റാത്തൊരാശയം. അങ്ങനെ അബ്ദുൽ ഉസ്താദ് എന്നോട് പറഞ്ഞു, ഇതൊക്കെ സമസ്തൻ ഇത് മുഷാവറ ഇയാളെ വിലക്കണിന് മുമ്പ് വന്ന പ്രഭാഷണങ്ങളാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ അന്നേരം മുമ്പിലോട്ട് പറഞ്ഞു അതൊന്നല്ല. മുഷാവറ വിലക്കിയത് ഇപ്പൊ അടുത്ത കാലത്തല്ലേ, ഇപ്പൊ കഴിഞ്ഞ 2-3 കൊല്ലം മുമ്പല്ലേ? അതൊന്നല്ല. അയാൾ ഇപ്പോഴും ഈ ഉസ്താദ് അബ്ദുൽ ഉസ്താദ് അങ്ങനെ ഈ സ്മാർട്ട് ഫോൺ അതൊന്നും ഉപയോഗിക്കൂല. സാധാ ലോക്കൽ ഫോൺ അങ്ങനത്തെ ഒരാളാണ്. അങ്ങനെ ജീവിക്കുന്ന ആളുകളാണ് ഇവരൊക്കെ. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാല് ഇയാൾ ഇപ്പോഴും വീണ്ടും വീണ്ടും പൂർവാധികം ശക്തിയോടെ പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനത്തെ ആ ലെവൽക്കാണ് പകരന്റെ. അതായത് ഇവർ പറയണീന്ന് തെറ്റൊന്നുമില്ല, പക്ഷെ പറഞ്ഞ സ്ഥലം മാറിപ്പോയി എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടാണ് നോക്കുള്ളത്. അല്ല എന്നിട്ടും ഇയാളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉസ്താദ്മാര് വിളിച്ചേക്കാണ് പകരനോട് അങ്ങനെ പറഞ്ഞതെന്ന് പറയാം. അങ്ങനെ എന്തെങ്കിലും വിലക്ക് ആ കാലത്തുണ്ടായിരുന്നോ? വിലക്കിയിട്ടുണ്ട് എന്നല്ല ഇപ്പൊ അയാൾ പറഞ്ഞത്. നമ്മളിപ്പോ അതിൽ കേട്ടിട്ടൊന്നുമില്ല. അല്ല വിലക്കിയത് ഇപ്പൊ അടുത്ത് എനിക്ക് തോന്നുന്നു 2 വർഷമായിട്ട് ഇപ്പൊ നമ്മൾ ഈ പകരന്റെ കറാമത്തും ഈ തോന്നിയ ദിവസങ്ങളും വല്ലാതെ പുറത്ത് കിട്ടുകാണ്ട് നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് പ്രത്യേകിച്ച് പകരന്റെ ഒരുവിധം തോന്നിയ ദിവസങ്ങളൊക്കെ പുറത്ത് കിട്ടും ഞാനാണ്. അൽഹംദുലില്ലാ. അപ്പൊ അതിലിങ്ങനെ വ്യാപകമായതിന് ശേഷമാണ് പകരക്ക് പിന്നെ വിലക്ക് വന്നതും കറാമത്ത് അങ്ങനെ ഇപ്പൊ പകര കഴിഞ്ഞ എന്റെ അറിവില് കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് കാര്യമായിട്ട് കറാമത്തൊന്നും പറഞ്ഞില്ല. അതിന് കറാമത്തിന് സ്റ്റോക്ക് തീർന്നോണ്ടാണോ അത് മൂപ്പരെ വെടി തീർന്നോണ്ടാണോ എന്നറിയില്ല. ഒരു വിമാനം തടുത്തിർത്തിയതും പിന്നെ തീവണ്ടി പിന്നെ ബ്ലോക്ക് ചെയ്തതും തീവണ്ടിന്റെ മുകളിൽ കൂടി വിമാനം പറഞ്ഞു ഇതൊന്നും ഇപ്പൊ പറഞ്ഞില്ല പൊതുവെ. നമ്മള് കേൾക്കാത്തോണ്ടാണ്, അല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് ഔട്ട് ചെയ്യാത്തോണ്ടാണ്. രഹസ്യ ക്ലാസ്സിലൊക്കെ പറയുണ്ടാവും. അത് അങ്ങനെ തന്നെ. ഖുറാഫാത്ത് എന്ന് പറഞ്ഞ സംഗതി അതൊരു നല്ലൊരു രസമുള്ള ഒരു പരിപാടിയാണ്. അങ്ങനെ അന്ധവിശ്വാസത്തിൽ ഏർപ്പെടുക എന്നുള്ളത് അത് മനസ്സിനെ നമ്മൾ പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന സംഗതിയാണ്. അതില് സത്യത്തിൽ ഇവർക്ക് വല്ലാത്തൊരു ഈ അനിസ്ലാമികപരമായ ആദർശങ്ങൾക്കും ഒരു വല്ലാത്തൊരു ഭക്തി. ഇപ്പൊ നിങ്ങളിപ്പോ നേരത്തെ പറഞ്ഞല്ലോ മമ്പറം ചാരത്തൊക്കെ പോയിട്ട് ഈ പ്രാർത്ഥന ഞാൻ പലപ്പോഴും ചിന്തിക്കലുണ്ട്, ഞാൻ എന്റെ സുഹൃത്തുക്കളോട് പറയലുണ്ട്. അതായത് ഞാൻ ഇന്ന് വരെ ഒരു സമസ്തക്കാരനെ, ഒരു സാധാരണക്കാരനായ ഒരു സമസ്തക്കാരനെയും അള്ളാഹുവിനോട് കരളൊരുക്കി പ്രാർത്ഥിക്കണം ഞാൻ കണ്ടിട്ടില്ല. കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണത് ഈ ഇബ്രാഹിം ഖലീൽ ബുഖാരി ഉണ്ട്, സ്വലാത്ത് കച്ചവടക്കാരൻ.
അച്ചങ്ങായ റമളാൻ 27 ഇങ്ങനെ കുറെ അലറും അള്ളാഹ് കള്ളക്കരച്ച് കരിന്നല്ലാതെ സാധാരണക്കാരൻ ഹൃദയം പൊട്ടിയിട്ട് അള്ളാഹിന്റെ മുമ്പിൽ കരഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ സാധാരണ കേൾക്കലില്ല. എന്നാൽ ഇവരും ജാറത്തങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടുന്ന് ഹൃദയം പൊട്ടിയിട്ട് കരഞ്ഞിട്ട് മമ്പുറത്തങ്ങളെ മടവൂരേ ഇറങ്ങാണ്ട് നെഞ്ചു പൊട്ടി കരണ രംഗം മമ്പുറം ജാറത്തങ്ങൾ പോയി ഓരോ ജാറത്തങ്ങൾ പോയാലും നമുക്ക് കാണാൻ പറ്റും. തീർച്ചയായിട്ടും അതെ. അതായത് ഇപ്പൊ നമുക്ക് സാധാരണക്കാരന് ഇപ്പൊ നമ്മള് ബൽബൈ പറയുന്നുണ്ടോ ഈ ദുആ പറഞ്ഞാൽ എന്താണ് താരീഫും അതൊക്കെ ഇങ്ങനെ ചോദിക്കണുണ്ടല്ലോ. ഈ താരിഫ് ഞാൻ അത് പറയട്ടെ, ഈ താരീഫ് വേണം. അതായത് എല്ലാ സാധനത്തിനും ഒരു താരീഫാണ്. അല്ല, ഈ താരീഫിന്റെ വിഷയേ ഞാനിപ്പോ നിങ്ങൾ കാന്തപുരത്ത് നടത്തിയ ചർച്ച 1 മണിക്കൂറിലധികം ഉണ്ടല്ലോ, ആ ചർച്ചന്റെ ഓഡിയോ നിങ്ങൾക്ക് അയച്ചത്. അതിൽ നിങ്ങൾ അദ്വാ ഹുല ബാധ എന്നുള്ള ഹദീസ് ഓതിയപ്പോൾ അവിടെ ഏതോ ഒരുത്തൻ ചോദിക്കുന്നുണ്ട്, കാന്തപുരല്ല വേറെ ഒരുത്തൻ ചോദിക്കുന്നുണ്ട്, എന്താണ് ദുആ, ഏത് ആ ദുആ എന്ന് പറഞ്ഞാൽ ഏത് ദുആവാണ്, ദുആ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, പ്രാർത്ഥന എന്തോ. ഞാനത് കേട്ടിട്ട് സത്യത്തിൽ അത്ഭുതപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ചിന്ത പോയത് എന്താ വെച്ചാൽ, ഇവിടെ സാധാരണക്കാരനായ ഒരു മനുഷ്യനെ ഒരു മൂല്യരോട് കണ്ട് ഉസ്താദെ എൻ്റെ അമ്മ മരിച്ചിട്ടുണ്ട് ഇപ്പം മരിച്ചിട്ടുണ്ടെങ്കിൽ ദ്വാരിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സാധാരണക്കാരനോട് പോലും ചോദിക്കുമോ ദുആ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, പ്രാർത്ഥന പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം എന്താണ്, അതിന്റെ തരീഫ് എന്താണ്, സാധാരണക്കാരനോട് ചോദിക്കുമോ? അതിനും അത്ഭുതപ്പെടും. ഇതിപ്പോ സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ അല്ല, ഒരു വിഷയം ഒറ്റ വിഷയം കൂടെ പറയാം. ഞാൻ സത്യത്തിൽ ഞാൻ ഭയങ്കര അത്ഭുതപ്പെട്ട സംഗതി, എന്റെ പേരക്കുട്ടിക്ക് 2.5 വയസ്സാണ്. എന്റെ മൂത്ത പേരക്കുട്ടിക്ക് ഒരു മോളാണ്. ഞാൻ പേരക്കുട്ടിനോട് പിന്നെ ഉപ്പപ്പാക്കും വേണ്ടി നിന്ന് പ്രാർത്ഥിച്ചാന്ന് ദുആ ചെയ്താന്ന് പറഞ്ഞാൽ കുട്ടി കൈ മോൾക്ക് ഉയർത്തിയിട്ട് അള്ളാഹു എന്റെ പപ്പാനെ കാക്കണേ എന്ന് പറയും. അത് എന്റെ മോള് കുട്ടി ചെറുപ്പം പഠിപ്പിച്ചു കൊടുത്താണ്. അപ്പൊ പ്രാർത്ഥിച്ചാന്ന് പറഞ്ഞാൽ കുട്ടിക്ക് വരെ അറിയാം എന്താ സംഭവം, ആരോടാണ് ചെയ്യേണ്ടതെന്നുള്ളത്. എന്നിട്ടാണ് ഇപ്പോൾ ഈ 2.5 വയസ്സുള്ള കുട്ടിക്കാരന സംഗതിയാണ് ഈ 55-70 വയസ്സുള്ള കളവന്മാർ ഉസ്താദ്മാർ എന്താണ് ദുആന്റെ തരീഫ്, എന്താണ് പ്രാർത്ഥന ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചിങ്ങനെ വട്ടം കറക്കണത്. അങ്ങനെ വട്ടം കറക്കണ സാധനമല്ലല്ലോ ഈ ദുആ സാധനം. അല്ല, ഇതിപ്പോ നമുക്കൊരു സാധാരണക്കാരനോട് നമുക്ക് ചോദിക്കാം, ഈ മൂല്യമാരെ ഇരട്ടത്താപ്പ് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഒരു മൂല്യരോട് പറയാം. ഇപ്പൊ പള്ളിക്കകത്ത് സ്വന്തം വീട്ടിനടുത്തുള്ള ഒരു പള്ളിയിലത്തെ ഒരു മൂല്യരോട് പറയാണ്, ഉസ്താദേ ഞങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് ദ്വാർക്കണം എന്ന് പറഞ്ഞാല് അപ്പൊ അപ്പൊ ആ മൂല്യം തോർക്കും. അതായത് ഇത് പൈസ ഒന്നും കിട്ടൂലല്ലോ. അപ്പൊ അയാൾ തോർക്കും, അള്ളാഹു എനിക്ക് പുറത്തു തരട്ടെ, അള്ളാഹുന്റെ കാര്യങ്ങളൊക്കെ എളുപ്പാക്കി തരട്ടെ. ഇനി ഈ മൂല്യരെ പെരി കുളിച്ചാണൊന്ന് ദ്വാർക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളൊന്ന് ദ്വാർക്കണം എന്ന് പറഞ്ഞാൽ അപ്പൊ ഈ മൗലിയത് എന്ത് ചെയ്യും, ഒരു മങ്കൂസ് മൗലിയത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തോണ്ടാ. അപ്പൊ ഈ മങ്കൂസ് മൗലിയത് എടുക്കും. കാരണം ഇതിന് ശേഷം എന്ത് വരാണ്ട്, ഒരു കൈമടക്ക് വരാണ്ട്. അപ്പൊ ഈ മങ്കൂസ് മൗലിദിൽ റസൂലുള്ളാഹിനോട് നേരിട്ടുള്ള പ്രാർത്ഥനയാണ്. അപ്പൊ ഈ പാപട സാധുവിന് ഇത് അറിയില്ല, അത് റസൂലുള്ളാഹിനോട് പ്രാർത്ഥിക്കാണോ അല്ലെന്നുള്ളത് ഈ സാധുവിന് ഇത് അറിയില്ല. അല്ല, സാധുവിനെ സംബന്ധിച്ചുള്ള മൗലിദ് ഓതുമ്പോൾ ദ്വാരക്കുമ്പോൾ മൂല്യർക്ക് ശ്വാസം പോകുന്നിടത്തൊക്കെ ആമീൻ പറഞ്ഞു കൊടുക്കാൻ അവന്റെ ഡ്യൂട്ടി. അതാണ് അവന്റെ ഡ്യൂട്ടി. മൂല്യർക്ക് എവിടെ ശ്വാസം പോകണം അവിടെ ആമീൻ പറഞ്ഞു കൊടുക്കും. ഈ മൂല്യരെ വിളിച്ചുകൊണ്ട് തന്നെ ഈ മൂല്യരോട് പറയാം, ഉസ്താദേ നമുക്ക് വളരെ അർജന്റ് ആയിട്ട് ഒരു കാര്യം ശരിയാവാനുണ്ട്, നമുക്കൊന്ന് മെമ്പറത്തേക്ക് പോവാം, ഞാൻ നിങ്ങൾക്ക് ഇതിന് ശേഷം ഒരു 10,000 റുപ്യ തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റാക്ക് ഈ മൂല്യമാർക്ക് ഒരു ഇഖ്ലാസ് ഇങ്ങോട്ട് വരാണ്ട്. ഈ ഇഖ്ലാസ് വന്നു കഴിഞ്ഞാൽ അവിടെ പോയി പ്രാർത്ഥിക്കുക എങ്ങനെയൊക്കെ നേരം ഇപ്പൊ ഇയാളെ കാര്യം റെഡി ആക്കി കൊടുക്കണം, ഇയാൾക്ക് ആവശ്യങ്ങളൊക്കെ പൂർത്തിയാക്കി കൊടുക്കണം, ഇയാൾക്ക് പുറത്തു കൊടുക്കണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതായത് പിന്നെ അവിടെ അള്ളാഹു ഇല്ല. തീർച്ചയായിട്ടും. കാരണം ഇത് പിന്നെ നേരെ പോണത് ബെൻസുകാർ പോണ മാതിരിയാണ്. ബെൻസില് അതാണ് ഉദാഹരണം. അതാണ്, അതായത് അത് അമ്പലക്കടവ് പറഞ്ഞ ഉദാഹരണം അല്ലേ. അള്ളാനോട് KSRTC പോയാലും കോഴിക്കോട്ട് എത്തും, ബെൻസിൽ പോയാലും എത്തും. ബെൻസിൽ പോകണാണ് ഒന്നും കൂടി ഉസാറ്. അതെ, ഞാൻ നാട്ടിൽ നിന്ന് കരുവാരുണ്ടെന്ന് ഇങ്ങനെ പോരുന്ന സമയത്ത് അമ്പലക്കടവും ഫാമിലി ഇങ്ങനെ പോകുന്നുണ്ട്, അങ്ങോട്ട് കാലിയാവ് തന്നേക്കണേ. അപ്പൊ ഞാൻ വൈഫിനോട് പറഞ്ഞു, ഈ ചെങ്ങായിയാണ് എന്താ അള്ളാഹുവിനോട് തോർക്കുന്നത് KSRTC പോണ മാതിരി, മറ്റേത് ബെൻസ് പോണ മാതിരിയാണ്. അപ്പൊ എന്നിട്ട് ഇയാളെ ഉദാഹരണം ഓക്കതറിയില്ല, അവള് കേട്ടിട്ടില്ല. അപ്പൊ ഞാൻ നോക്കി ഞാനിപ്പോ ബോധ്യപ്പെടുത്തി തരാം. അങ്ങനെ ഞാൻ വണ്ടി തിരിച്ചുമ്പോ ഇയാളുണ്ട് കാറിന്റെ ഡിക്ക് അപ്പൊ ഓപ്പൺ ആയിക്കാണ്ട് റോഡിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് വണ്ടി, അങ്ങോട്ട് പോണ വണ്ടി ബാക്കിലെ ഡിക്കണ് ഓപ്പൺ ആയിക്കണേ. അപ്പൊ ഞാൻ മൂപ്പരോട് വണ്ടി ഗ്ലാസ് താത്താൻ വന്നു. ഞാൻ മൂപ്പരോട് ചോദിച്ചു, മൂപ്പര് ഫാമിലി ഒക്കെ ഉണ്ടായിരുന്നു അവിടെ, മൂപ്പര് നിഷേധിക്കും ചിലപ്പോ, പക്ഷെ മൂപ്പര് ഫാമിലി ആയിട്ട് നിശ്ചയിച്ചോളണമെന്നില്ല. ഞാൻ മൂപ്പരോട് ചോദിച്ചു, നിങ്ങളല്ല അള്ളാഹു അല്ലാത്ത ആളുകളോട് ദ്വാരക്കുന്നത് ബെൻസ് പോണ മാതിരിയാണെന്ന് പറഞ്ഞ ആള് നിങ്ങളല്ലേ ചോദിച്ചു. പറഞ്ഞു അതന്നെ, പക്ഷെ ഞാൻ വിശദീകരിക്കണ്ട, ഇത് നിങ്ങളാണോ എന്നുള്ളത് എനിക്ക് കിട്ടിയാൽ മതി അറിയാൻ അയാളോട്. അപ്പൊ ആണെന്നുള്ള മൂപ്പര് സമ്മതിച്ചല്ലോ, പറഞ്ഞല്ലോ. ഇനിയിപ്പോ എനിക്ക് അതിന്റെ വിശദീകരണം കേട്ടുകയാണെങ്കിൽ എനിക്കിപ്പോ ആദർശം പിൻപറ്റാനൊന്നും എനിക്ക് താല്പര്യമില്ല. കേട്ടില്ലേ ഇയാൾ പറഞ്ഞത് തന്നെ. അത് അന്നത്തെ സമയത്ത് വൈഫ് അത് വിശ്വസിച്ചിട്ടുണ്ടായില്ല കേട്ടോ, ഇയാള് ബെൻസ് പോണ മാതിരിയാണ് മൂല്യം. അങ്ങനെ അതായത് ഓള് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ വരികയാണ്. ഓള് ശരിക്കും ഇന്നെ അങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത് പഠിക്കാൻ തുടങ്ങിയത്. വൈഫ് പഠിച്ച ആളാണോ? വൈഫ് ഇവിടെ ഫുർഖാൻ എന്നൊരു കോളേജിൽ പഠിച്ചതാണ്. കോളേജാ? എപിക്കാര കോളേജാണ്. വനിതാ കോളേജോ? വനിതാ കോളേജ്. പഠിച്ചിട്ടുണ്ട്. ആദ്യ കോഴ്സ് ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് ചെയ്തതാ. മാഷാ അല്ലാ. അത്യാവശ്യം പിന്നെ ഒരു ബോധം ഉണ്ടല്ലോ.
അങ്ങനത്തെ ഈ വിഷയങ്ങളിലൊക്കെ അറിയാം. അപ്പൊ പോലും അറിയില്ലെന്നുണ്ടെങ്കിലും നോക്കി ഇങ്ങനെ പഠിച്ചിങ്ങനെ ഉണ്ടാക്കും. പിന്നെ ഇതുണ്ടല്ലോ വൈഫിന് കുറച്ച് കിതാബായിട്ട് ബന്ധം ഉണ്ടാവുമല്ലോ. കിതാബ്, അതായത് ഓള് പിന്നെ ഓളെ വാപ്പാനോട് പറഞ്ഞു ഇപ്പൊ അവിടുത്തെ കിതാബുകൾ തന്നെ ഒന്ന് എടുത്ത് നോക്കി, അതിൽ തന്നെ ഉണ്ടല്ലോ ഇപ്പൊ ഈ പറഞ്ഞത്, ഇതിലുള്ള മാതിരി നോക്കിയാൽ മതി. ഓളം വെച്ച് ഇജെന്താ വാപ്പാനെ കിതാബ് പഠിപ്പിച്ചാനായോ നോക്കിയാൽ ആ ലെവൽക്കാണ് പിന്നെ സംസാരം പോയത്. അത് ശരി. അതായത് ഇവര് പറയുന്ന കിതാബ് തന്നെ ഇവർക്കുള്ള ശരിക്കുള്ള തെളിവില്ല. അതെ അതെ അതെ. പിന്നെ ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് ഇവർക്ക് കത്തിയുണ്ടല്ലോ. എന്റെ വൈഫിന് ഞാൻ പറഞ്ഞ ഈ ശിർക്ക് ഖുറാഫത്ത് അങ്ങനത്തെ കാര്യങ്ങളല്ല ശരിക്കും ആദ്യം ബോധം വന്നത്. ഓള് സ്വയം കണ്ടെത്തിയതാണ്. എങ്ങനെ, ഈ നജീബ് മൗലവി പറഞ്ഞ ഒരു ചങ്ങയുണ്ട് ഇവിടെ, ആനസുന്നി, സംസ്ഥാന രാജുന്നി, അയാളെ പ്രഭാഷണത്തിൽ ശരിക്കും എന്താ ഈ മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് മുണ്ട ഒന്നും ശരിയാതെ കൊണ്ടുപോകലാണ് നല്ലതെന്നൊക്കെ ഈ ഫത്വൽ മുബീനിലൊക്കെ ഉണ്ട്. അത് കാസിമീൻ പറഞ്ഞിട്ടുണ്ട്. അതെ, അതാണ് ശരി എന്നുള്ളത് ഇവൾക്ക് കണ്ടെത്തി. അപ്പൊ നമുക്ക് ഒരു പോയിന്റ് ആയി, അതായത് ഓപ്പൺ ആയി സംഭവം, സ്പാർക്കിംഗ് ആയി. കാരണം ഇവിടെ നാട്ടിൽ നടക്കുന്നതും മൂല്യന്മാര് ചെയ്യുന്നതും കിതാബിലുള്ളതും പണ്ഡിതന്മാര് പറഞ്ഞത് രണ്ടും രണ്ടാണെന്നുള്ളത് ബോധ്യപ്പെട്ടപ്പോ പിന്നെ ഓള് ഓരോന്ന് പഠിക്കാൻ തുടങ്ങി. മാഷാ അല്ലാഹ്. അപ്പൊ പിന്നെ ഓളത് ഇത് പിന്നെ ശരിക്കും അങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിട്ട് ആദ്യം ഇതിനു മുമ്പ് നോക്കിയതാണ്. പിന്നെ എന്ത് ചെയ്തു, ഓരോന്ന് പഠിച്ചപ്പോഴും നേർ വിപരീതമാണ് ഇവരൊക്കെ കാണുന്നത് കിതാബിലുള്ളത് തന്നെ. ഷാഫി ഇമാമിന്റെ ഇവര് ഷാഫി മദബാണെന്ന് പറഞ്ഞാലും ഷാഫി ഇമാമിന്റെ അഖീദ അല്ലല്ലോ ഇവർ പിൻപറ്റുന്നത്. അല്ല, ഇവര് ഷാഫി ഇമാമിന്റെ അഖീദവുമായിട്ട് ഒരു ബന്ധം ഒരിക്കില്ല. വിശ്വാസപരമായ, അതായത് വിശ്വാസപരമായ കാര്യത്തിൽ ഒരൊറ്റ വിശ്വാസം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. തീർച്ചയായിട്ടും അതിലിങ്ങനെ മറ്റേ പറ്റൂല, അതിൽ പറ്റൂല. എന്നോടാണ് മർക്കസിൽ അന്ന് ചെന്ന സമയത്ത് അവിടുത്തെ ഒരു ഖുറാഫി കുട്ടി പറഞ്ഞത് എന്താ, എന്നോട് അന്ന് ഒരു ശിങ്കിടി പറഞ്ഞ്, ഇത് വിശ്വാസത്തില് എന്താ നമുക്ക് രണ്ട് മതമാണുള്ളത്, ഒന്ന് അശായിറത്ത് മാതുരിദിയ്യത്ത്, ഇതാണ്, ഇത് രണ്ടും ഒന്നാണ് പറഞ്ഞു. പിന്നെ എന്തിനാ രണ്ടും എങ്ങനെയാ ഒന്നാവുന്നത്, രണ്ടും രണ്ടാണ്. ഇന്നബല് മാതുരിദിയ്യത്താണ്, നമ്മള് അശായിറത്തിന്റെതാണ് ഉൾക്കൊള്ളുന്നത്, അതുപോലെ മാധുര്യത്തിന്റെ ഉൾക്കൊള്ളുന്നില്ല. പക്ഷെ ആ ഒരു വിഷയം നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അശായിറത്തിനെ കുറിച്ച് മാധുര്യത്തിനെ കുറിച്ച് ഞാൻ കുറച്ച് പഠിച്ചിട്ടുണ്ട്, അത് നമുക്ക് പിന്നീട് പറയാം. അപ്പോ വൈഫ് ഇതിങ്ങനെ കണ്ടെത്തിയിട്ട് പിന്നെ ഓൾ പഠിക്കാൻ തുടങ്ങി. പിന്നെ ഓളിങ്ങോട്ട് മാറ്റം വന്നത് അൽഹംദുലില്ലാഹ് എനിക്ക് വളരെയധികം റാഹത്തായി. അപ്പൊ പിന്നെ ഈ വീട്ടിലേക്ക് പിന്നെ ഇവര് പറഞ്ഞു ഇനിയിപ്പോ ഞാനും അറിയാലും, അതായത് ഞാനും അറിയാലും ഓള് മാറൂല എന്നുള്ള ഓളെ വീട്ടുകാരോട് സംസാരമായി. ഇതൊക്കെ നമുക്ക് നിലനിർത്തി തരണം കേട്ടോ, നിലനിർത്തി തരണം. ഇതിനോളം വലിയ വലിയ ആൾക്കാർ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അല്ല, തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സാധുക്കൾ ഈ ഇതിൽ പെട്ടിട്ട് ഇത് ഉസ്താദ്മാർ പറഞ്ഞാണ് ശരി, അതിന്റെ അപ്പുറം ശരി ഉണ്ടാവില്ല എന്ന് ചിന്തിക്കാൻ, സ്വന്തം മനസ്സിനെ ചിന്തിക്കാൻ അനുവദിക്കാതെ അതിന്റെ ഒപ്പം അങ്ങനെ പോയി കൊടുക്കുന്ന ഒരാൾക്കാരുണ്ട്. ഇപ്പൊ ഇതിന് മാറ്റം വന്നിട്ടുണ്ട്. എനിക്ക് അൽഹംദുലില്ലാഹ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സഖാഫിമാരും പൈസിമാരും ബാക്കവിമാരും എന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട്. എനിക്ക് പേഴ്സണലായിട്ട് അയക്കുന്ന മെസ്സേജുകൾ, എനിക്ക് അയക്കുന്ന കോളുകളൊക്കെ എനിക്കറിയാം. പല ആളുകളും നിവൃത്തിയോട് കൊണ്ടും പല സാഹചര്യങ്ങൾ കൊണ്ടും അവിടെ നിൽക്കുന്ന ആൾക്കാരാണ്. അതെ, തീർച്ചയായിട്ടും ഇതൊരു ഉപജീവന മാർഗമായിട്ടാണ് ഇവരൊക്കെ കാണുന്നത്. പിന്നെ അള്ളാഹുവിന്റെ തൗഫീഖും വേണമല്ലോ ഇതിനൊക്കെ, ഇതിനൊരു തൗഫീഖും കൂടി വേണം. പിന്നെ അത് മാത്രമല്ല, ഇവരെ കുറിച്ച് അള്ളാഹു തആല എക്കാലത്തും ഈ പണ്ഡിത പുരോഹിതന്മാര് ജനങ്ങളുടെ ധനം അന്യായമായിരുന്നു, ഇന്നക സീറ മിനൽ അഹ്ബാരി വറുഹ്ബാനി ലയഅകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ എന്ന് അള്ളാഹു പറഞ്ഞതാണ്. അതായത് പണ്ഡിത പുരോഹിതന്മാര് മിക്കവരും ജനങ്ങളുടെ ധനം അന്യായമായി ഭക്ഷിക്കുന്നവരാണ്. അത് യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്. ഈ വിശ്വാസികളായ നിങ്ങളെ നീ ചൂഷണം ചെയ്യുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കിക്കോളീൻ എന്ന് അള്ളാഹു തആല നമുക്ക് മുന്നറിയിപ്പ് തരാണ്. എന്നിട്ട് അല്ലെങ്കിൽ യാസിനിന്ന് അങ്ങനെ പിന്നെ ഈ യാസിനിമാരുടെ ഗ്രൂപ്പിൽ നിന്ന് ഈ പകരന്റെ വിഷയം ചർച്ച ചെയ്തു. ചർച്ച ചെയ്തേനു. അത് പിന്നെ ഈ മൂലര് അങ്ങനെ വിളിച്ചു. പിന്നെ മെയിൻ ഗ്രൂപ്പിൽ അവിടെ നമ്മൾ നിർത്തിയത് അബ്ദുൽ ഉസ്താദ് വിളിച്ചു, വിളിച്ചിട്ട് വീട്ടിൽ വിളിച്ചു, റഷീദ് ഉസ്താദൊക്കെ വിളിച്ച് ഉപദേശിച്ചു. എന്ത് പറഞ്ഞാണ് ഉപദേശിക്കണത്? ഉപദേശിക്കാന്നാലും ഓല അന്ന് ഞാൻ മെയിനായിട്ട് എനിക്ക് ക്ലാസ് എടുത്തത് ഈ ഇസ്തിഹാസിനെ കുറിച്ചൊക്കെ തന്നെയാണ്. നമ്മൾ വിളിക്കുന്ന സാധാരണ വിളിയാണ്. ഞാനത് എനിക്ക് കേൾക്കാനും താല്പര്യമില്ലേനു. പിന്നെ ഞാനത് മൂളി കൊടുത്തുകൊണ്ട് ഞാൻ പോന്നു. പിന്നെ എന്റെ മേഖല ഇതല്ലല്ലോ, എനിക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നതും ഈ മൗലൂദിനോന്നും കുത്തുബിയത്തിനും പോണതും അത് എനിക്ക് മുമ്പേ അത് വെറുപ്പാണ്. കൊണ്ട് വായിക്കാൻ വേണ്ടിട്ട് ഇവരൊക്കെ ഉദ്ദേശിക്കണേ. അപ്പൊ അതൊക്കെ എനിക്ക് വെറുപ്പാണ്. പിന്നെ എന്ത് ചെയ്തെന്ന് വെച്ചാല് പോകും മൗലൂദ് കാര്യങ്ങൾക്കൊക്കെ നമ്മൾ പങ്കെടുക്കും. ചർച്ച എത്ര സമയം നടത്തി? അന്ന് ചർച്ച ഒരുപാട് സമയം നടത്തിയിരിക്കുന്നത്. അത് പിന്നെ ഞാൻ പിന്നെ ചർച്ച നിർത്തി. ഞാൻ പിന്നെ ഗ്രൂപ്പിലും ഉണ്ടാതായി. അല്ല ആ ചർച്ചയിൽ നിങ്ങൾ പറഞ്ഞു പകരന്റെ വിഷയങ്ങളൊക്കെ പറഞ്ഞു, ഈ കറാമത്തിന്റെ പേരിൽ നിങ്ങൾ അനാവശ്യമായ സംസാരങ്ങളൊക്കെ പറഞ്ഞോ? അതന്നെ, അതിന് വേറെ പോയിന്റ് കൂടി ഉണ്ട്.